പാലക്കാട് മകളും കുടുംബവും ഉല്ലാസയാത്ര കഴിഞ്ഞ് തിരികെ ഖത്തറിലേക്ക് മടങ്ങിയിരിക്കുന്നു എന്ന വിശ്വാസത്തിലായിരുന്നു മണ്ണൂർ പുത്തൻപുരയിൽ രാധാകൃഷ്ണനും ഭാര്യ ശാന്തിയും. അതിനിടെ എത്തിയ ദുരന്തവാർത്ത കുടുംബത്തെയും നാടിനെയും സങ്കടത്തിലാക്കി. "ഞങ്ങൾ മടക്കയാത്രയിലാണ്. അടുത്തുള്ള വെള്ളച്ചാട്ടം കാണാൻ പോകുന്നു എന്ന്. 1.5 മണിക്കൂറിനുള്ളിൽ താമസസ്ഥലത്ത് തിരിച്ചെത്തുമെന്നും ഏറ്റവും ഒടുവിൽ തിങ്കളാഴ്ച റിയ വീട്ടിലേക്ക് വാട്ട്സ്ആപ്പ് സന്ദേശം അയച്ചിരുന്നു. മകളുടെ സന്ദേശം വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ മരുമകന്റെ വിളിയെത്തി. അപകടം ഉണ്ടായി എന്ന് മാത്രം പറഞ്ഞ് ഫോൺ വച്ചു. അതോടെ എല്ലാവരും കുഴപ്പമൊന്നും ഇല്ലാതെ തിരിച്ചെത്തുമെന്ന പ്രാർത്ഥനയിലായിരുന്നു കുടുംബം. പക്ഷേ ചൊവ്വാഴ്ച പകൽ 11ഓടെ റിയയുടെയും ചെറുമകളുടെയും മരണവാർത്ത എത്തി. സുഹൃത്താണ് അറിയിച്ചത്. 28-ന് റിയയും കുടുംബവും നാട്ടിലേക്ക് വരാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. 6 വർഷമായി ഖത്തറിലാണ് റിയയും മരുമകനും മകളും. 1 വർഷം മുമ്പാണ് നാട്ടിൽ വന്ന് മടങ്ങിയത്. മരുമകൻ ജോയൽ ട്രാവൽ ഏജൻസി ജീവനക്കാരനാണ്. റിയ ദോഹ എയർപോർട്ടിൽ മെയിൻ്റനൻസ് കമ്പനി ജീവനക്കാരിയും. ജോയലിന്റെ ടൂർ കമ്പനിയുടെ സഹകരണത്തോടെ ആണ് 28 പേരടങ്ങുന്ന സംഘത്തോടൊപ്പം കുടുംബം ജൂൺ 5-ന് കെനിയയിലേക്ക് പുറപ്പെട്ടത്. കെനിയയിലെ റിസോർട്ടിലായിരുന്നു താമസം. അപകടം നടന്നത് ഇതിനു സമീപത്തെ ഒരു റോഡിലാണ്. അപകടത്തിൽ ജോയലിന്റെയും തോളിനും മകന്റെയും 14 വയസ്സാണ് മകന് കാലിനും പരിക്കേറ്റു. ഇവർ കെനിയയിൽ ചികിത്സയിലാണ്. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാനാണ് ശ്രമമെന്ന് മണ്ണൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്വാമിനാഥൻ പറഞ്ഞു. കെനിയയിലെ വാഹനാപകടത്തിൽ മരിച്ച 6 പേരിൽ 5 പേരും മലയാളികളാണ്. തിരുവല്ല സ്വദേശിയായ ഗീത ജോഷി ഐസക് 58 വയസ്സ്, തൃശൂർ സ്വദേശി ജസ്ന കുറ്റിക്കാട്ടുചാലിൽ 29 വയസ്സ്, മകൾ റൂഹി മെഹറിൻ 1.5 മാസം എന്നിവരാണ് മരിച്ച മറ്റു മലയാളികൾ. ജസ്നയുടെ ഭർത്താവ് ഹനീഫയുടെ മകൻ മുഹമ്മദ് പരിക്കേറ്റ് ആശുപത്രിയിലാണ്. ദീർഘകാലമായി കുടുംബം ഖത്തറിലാണ് താമസം. അപകടത്തിൽ 27 പേർക്ക് പരിക്കേറ്റു. യാത്രാസംഘത്തിൽ 14 മലയാളികളാണ് ഉണ്ടായിരുന്നത്. ഖത്തറിൽ നിന്നും ബലിപ്പെരുന്നാൾ അവധി ആഘോഷിക്കാനായി കെനിയയിലേക്ക് വിനോദയാത്ര പോയ സംഘം സഞ്ചരിച്ചിരുന്ന ബസ് ആണ് മറിഞ്ഞ് അപകടം ഉണ്ടായത്. കനത്ത മഴയിൽ ഇറക്കത്തിൽ വച്ച് ബസിന്റെ ബ്രേക്ക് പോയതാണ് അപകടത്തിന് കാരണമായെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നിയന്ത്രണം വിട്ട ബസ് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഒരു ഉരുളക്കിഴങ്ങ് തോട്ടത്തിലേക്കാണ് ബസ് മറിഞ്ഞത്. അപകടത്തിൽ 6 പേരും സംഭവസ്ഥലത്ത് വച്ച് തന്നെ മരിച്ചു. പരിക്കേറ്റവരെ നാട്ടുകാരും പോലീസും ചേർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയത്. പരിക്കേറ്റ എല്ലാവരും ആശുപത്രി ചികിത്സയിലാണെന്നും കെനിയൻ മാധ്യമങ്ങൾ പറയുന്നു. കുത്തനെ ഇറക്കത്തിലുള്ള വളവ് തിരിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ബസിന്റെ നിയന്ത്രണം നഷ്ടമായത്. ബസ് പലതവണ മലക്കം മറിഞ്ഞ് താഴ്ചയിലേക്ക് പതിച്ചത്. തിങ്കളാഴ്ച രാത്രി റിസോർട്ടിൽ തങ്ങാനായിരുന്നു ഇവരുടെ പദ്ധതി. എന്ന് ഖത്തറിലേക്ക് മടങ്ങാനായിരുന്നു തീരുമാനം. അതിനിടയിലാണ് ഏവരെയും നടുക്കിയ ഈ ബസ് അപകടം ഉണ്ടായത്.